എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും വലിയ ആവേശമാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. ഒരുപാട് പേർ ഈ പ്രധാന വേദിയിലേക്ക് ഒഴുകിയെത്തുന്നത് നിരവധി ആളുകളാണ്. അത്രയും ആവേശമാണ് ഇവിടെയൊക്കെ അണപൊട്ടി ഒഴുകുന്നത്. ഘോഷയാത്രയുമായിട്ട് വലിയൊരു ജനാവലി തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആരും എത്തും സ്വർണ്ണക്കപ്പ് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇതാ മണിക്കൂറുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ദിവ്യ, ശരി സനിസ, എത്ര വേദികളാണ് ഈ ഓരോ മത്സരങ്ങൾക്കായി അവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുള്ളത്? ഇത്തരത്തിൽ 25ഓളം വേദികളിലാണ് 15,000-ഓളം കുട്ടികൾ മാറ്റുരയ്ക്കാൻ പോകുന്നത്. 258ഓളം ഐറ്റങ്ങളിലാണ് മത്സരം ഉണ്ടാകുക. പൂക്കളുടെ പേരാണ് ഓരോ വേദികൾക്കും ഇട്ടിട്ടുള്ളത്. ചെമ്പരത്തി, മന്ദാരം, അങ്ങനെ വിവിധ തരം പൂക്കളുടെ പേരാണ് ഇട്ടിരിക്കുന്നത്. കൂടാതെ തന്നെ സാംസ്കാരിക നഗരിയാണ് തൃശ്ശൂർ. അവിടെയാണ് ഈ ഒരു വലിയൊരു കലോത്സവം നടക്കുന്നത്. അതും തൃശ്ശൂർ കപ്പുയർത്തിയ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഈ കലോത്സവം നടക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സാംസ്കാരിക നഗരിയിൽ തന്നെ വലിയ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക കലാസംഗമമായിട്ടുള്ള കലാമേള നടക്കുന്നു എന്നത് അതിന്റെ എല്ലാ തരത്തിലുള്ള ഓളവും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒട്ടനവധി പേരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഈ ഘോഷയാത്രയ്ക്കൊപ്പം മന്ത്രി ടി ശിവൻകുട്ടി, അതുപോലെ തന്നെ മന്ത്രി കെ രാജൻ എന്നിവരടങ്ങുന്ന സംഘം വാഹനത്തിൽ അതിനെ ആഗമിച്ചുകൊണ്ട് വരുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം. ആ സ്വർണ്ണക്കപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ആവേശമുണ്ട്. ഇത്തരത്തിൽ ചെറിയൊരു മാർജിന്റെ ബേസിലാണ് കഴിഞ്ഞ പ്രാവശ്യം പാലക്കാടിന് കപ്പ് നഷ്ടമായത്. നമ്മൾ ഈ കുട്ടികളൊക്കെ, മത്സരാർത്ഥികളൊക്കെ അല്പമണിക്കൂറുകൾക്ക് മുൻപാണ് ഇവിടെ എത്തിച്ചേർന്നത്. അവരിലൊക്കെ വൻ ആവേശമാണ്. കപ്പുയർത്തണം, കപ്പടിക്കണം എന്ന ഒരു ആവേശത്തിലാണ് എല്ലാ മത്സരാർത്ഥികളും ഉള്ളത്. അവരുടെ പ്രാക്ടീസ് സെക്ഷനിലൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ഈ തൃശ്ശൂർക്കാർക്കാണെങ്കിൽ അവരുടെ മണ്ണിൽ, ശക്തന്റെ മണ്ണിലാണ് ഈ മത്സരം നടക്കുന്നത്. അവിടെ നിന്ന് കപ്പ് മറ്റാരും കൊണ്ടുപോകരുത് എന്ന ഒരു ആവേശത്തിലാണ് അവരുമുള്ളത്. കോഴിക്കോടിന് പലതവണ കപ്പ് സ്വന്തമാക്കി വെച്ചിരുന്ന കോഴിക്കോടിന് കപ്പ് ഇപ്പോൾ നഷ്ടമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അവരത് തിരിച്ചു പിടിക്കുമോ എന്ന ചോദ്യവുമുണ്ട്. തിരിച്ചു പിടിക്കണമെന്ന അതിയായ ആഗ്രഹത്തിലാണ് കോഴിക്കോടും ഉള്ളത്. ഇത്തരത്തിൽ വേദിയിലേക്ക് കപ്പ് ഇപ്പോൾ എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാകുന്നുണ്ടാകും. കപ്പ് ഇതാ പ്രധാന വേദിയിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് വിവിധ ചടങ്ങുകൾ നടക്കാൻ പോകുകയാണ്. അല്പസമയത്തിനകം വിവിധ ചടങ്ങുകൾ നടക്കും. നാളെയോടെ ഈ കലാമേളയ്ക്ക് തിരിതെളിയും. അല്പമണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ദിവ്യ, ശരി, ഞാൻ അക്ഷയയിലേക്കും അതുപോലെ തന്നെ സനിസയിലേക്കും എത്താം. ഒരു ചെറിയ ഇടവേള.